പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 23-ാം തീയതി ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. അതിശയമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. അത്ഭുതങ്ങളിലൂടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പ. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേപ്പോലെ മറ്റാരുമില്ലല്ലോ. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. 100-ാം സങ്കീർത്തനം, സകല ഭൂവാസികളുമായുള്ളവരേ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവരാകുന്നു, കർത്താവിൻ്റെ ജനവും കർത്താവ് മേയ്ക്കുന്ന ആടുകളും തന്നെ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഓരോ മക്കളുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെയിരിക്കണം. ആമേൻ. ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവിക അത്ഭുതത്തെ കർത്താവെ അങ്ങ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്, പ്രത്യേകിച്ച് ഈ തലവേദന, പ്രത്യേകിച്ച് ഐബ്രോസിൻ്റെ മുകളിൽ വേദന അനുഭവിക്കുന്നവർ, ആമേൻ, പിരികത്തിൻ്റെ മുകളിൽ വേദന അനുഭവിക്കുന്നവർ, നിരന്തരമായ ബുദ്ധിമുട്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ആ പിരികത്തിൻ്റെ മുകളിലുള്ള വേദന സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. അതുപോലെ ബ്ലഡ് പ്രഷർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ബ്ലഡ് ഷുഗർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ആമേൻ. എല്ലാ വിധത്തിലുള്ള ശാരീരിക ക്ഷീണങ്ങളും വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യം പ്രാപിക്കട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആമേൻ ജോലി സ്ഥലത്ത് ഭയങ്കര മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങ് സ്വസ്ഥത കൊടുക്കണം. അങ്ങ് സ്വസ്ഥതയുടെ ദൈവമാണ്. അങ്ങ് സമാധാനം തരുന്ന ദൈവമാണ്. നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥതയോടെ ജോലി ചെയ്യുവാൻ, സമാധാനത്തോടെ ജോലി ചെയ്യുവാൻ കർത്താവെ അങ്ങ് വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവൻ ജോലി സ്ഥലത്ത് സമാധാനം ഉണ്ടാകട്ടെ, ജോലി സ്ഥലത്ത് സന്തോഷമുണ്ടാകട്ടെ, ജോലി സ്ഥലത്ത് ദൈവീക സാന്നിധ്യം ഉണ്ടാകട്ടെ. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറട്ടെ. അതുപോലെ കർത്താവെ, അവർക്ക് അർഹമായ ആമേൻ പ്രമോഷനുകൾ, അർഹമായ ഉയർച്ചകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ. അർഹമായ ഉയർച്ചകൾ, അർഹമായ പ്രമോഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ. അർഹിക്കപ്പെട്ട ഇൻക്രിമെൻ്റ്, അർഹിക്കപ്പെട്ട ഉയർച്ചകളൊക്കെ കർത്താവെ അങ്ങ് കൊടുക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. അങ്ങ് അത്ഭുതങ്ങളിലൂടെ തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ദൈവദാസിമാരെയും ഞങ്ങൾ ഓർക്കുന്നു. ലോകവ്യാപകമായ ഒരു ഉണർവിന് കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. അവൻ ലോകവ്യാപകമായ ഒരു ഉണർവിന് കർത്താവ് ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആമേൻ. ഭൂമിയിൽ ഒരു ഉണർവ് ഉണ്ടാകട്ടെ. മഹത്വം കൊണ്ട് ഭൂമി മൂടട്ടെ. ആമേൻ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ, ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ഭൂമി നിറയുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. കർത്താവെ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമം മഹത്വത്തിനാക്കി തീർക്കുന്നതിന് സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അസാധാരണമായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ പകരട്ടെ. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് മുഖാന്തരം ഈ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതുപോലെ നിങ്ങൾ ഫലപ്രദമായി തീരട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. യേശു പറയുക, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിടെ നമ്മളെ ഓർപ്പിക്കുക, കർത്താവിൽ വസിക്കുന്നവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. എന്നിൽ വസിപ്പീൻ. യേശു നമ്മളെ വിളിച്ചത് വിസിറ്റ് ചെയ്യുവാനല്ല, നമ്മളെ വിളിച്ചത് താമസിക്കുവാൻ. അവൻ ചിലർ പറയും, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരെ വന്നിട്ട് പോകും എന്ന് പറയുന്ന പോലെയല്ല. യേശു പറയുന്നത് കം, എന്നിൽ വസിക്കുക, നിങ്ങൾ എന്നിൽ വസിക്കുക. അവൻ കർത്താവ് ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായങ്ങളാണിത്. അതായത് യേശു ക്രൂശീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആമേൻ കർത്താവ് അറിയാം തൻ്റെ ശിഷ്യന്മാർ ഇനി പല
തരത്തിലുള്ള പീഡനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ പ്രതികൂലങ്ങളെ നേരിടണം, പലതരത്തിൽ ഉള്ള കാര്യങ്ങളിലൂടെ പോകണം എന്നറിയാം. അപ്പോൾ അവിടെ ജയകരമായി പോകാൻ കർത്താവ് ഒരു പദ്ധതി ഒരുക്കുകയല്ല, കർത്താവ് അവർക്കൊരു സീക്രട്ട് പറഞ്ഞു കൊടുക്കുക. ജയകരമായി മുൻപോട്ട് പോകുവാൻ കർത്താവ് ഒരു സീക്രട്ട് കൊടുക്കുക. സ്റ്റേ കണക്റ്റഡ് ടു മീ, എന്നോട് ചേർന്ന് നിങ്ങളിരിക്കെ, എന്നിൽ നിങ്ങൾ വസിക്കെ. ആമേൻ. കർത്താവ് പറഞ്ഞ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യ്, അങ്ങനെയല്ല പറഞ്ഞ്. നിങ്ങൾ കൂടുതൽ കഴിവുള്ളവരായി തീരണം, അങ്ങനെയല്ല പറഞ്ഞ്. കർത്താവ് പറഞ്ഞ് നിങ്ങൾ എന്നിൽ വസിക്കെ, നിങ്ങൾ എന്നിൽ വസിക്കെ. ആമേൻ. ആമേൻ. നമ്മൾ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി. നമ്മളിലൂടെ ഫലം പുറപ്പെടുന്നത് കർത്താവുമായിട്ട് നമ്മൾ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന പോലെ തന്നെയാണ്. ആമേൻ. ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു കൊമ്പ് അതിൻ്റെ മെയിൻ സ്റ്റമ്പിനോട് അല്ലെങ്കിൽ ആ വൃക്ഷത്തോട് ആമേൻ കുറച്ച് സമയം മാത്രമേ കണക്റ്റഡ് ആയിട്ടിരുന്നുള്ളെങ്കിൽ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. എന്നാൽ അത് നിരന്തരമായി കണക്റ്റഡ് ആയിരിക്കുമ്പോഴാണ് ആമേൻ എന്ത് പറ്റുന്നത്, ഫലം പുറപ്പെടുവിക്കുന്നത്. ഒരു ദൈവമക്കളെ, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അനേകം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാകാം, പ്രസംഗിക്കുന്നുണ്ടാകാം, പാടുന്നുണ്ടാകാം, പല കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ടാകാം. പക്ഷേ കർത്താവിനോട് കണക്റ്റഡായി ഡെയിലി കണക്റ്റഡായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് കണ്ടിന്യൂ ആയി ഫ്രൂട്ട്ഫുൾ ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും, കാലക്രമേണ ഇതങ്ങ് വാടിപ്പോകും. ആമേൻ. ആക്ടിവിറ്റി മാത്രമല്ല, ഇൻറ്റിമസിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ചിലപ്പം പല കാര്യങ്ങളിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും ചർച്ചിലെയൊക്കെ, പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് എത്രമാത്രമുണ്ട്. ആമേൻ. ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും അനിവാര്യമാണ്. ഇപ്പം ഈ ഒരു വൃക്ഷവുമായിട്ടാണല്ലോ കർത്താവ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ വൃക്ഷത്തിൻ്റെ കൊമ്പ് ആ മെയിൻ അതിൻ്റെ വള്ളിയോട് കണക്റ്റഡ് അല്ലെങ്കിൽ എന്ത് കിട്ടത്തില്ല, ന്യൂട്രിയൻസ് ഒന്നും കിട്ടത്തില്ല. വെള്ളം വലിച്ചെടുത്തുകൊണ്ട് വരുന്നത് വളം, ആമേൻ, ശക്തി, ബലം ഒന്നും അതിന് പകരപ്പെടത്തില്ല. അതുപോലെ കർത്താവിനോട് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ജ്ഞാനം, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ സമാധാനം, കർത്താവിൻ്റെ ആ ദയ, ആമേൻ, സ്നേഹമെല്ലാം നമ്മളോട് ഒഴുകുവാൻ തുടങ്ങുന്നത്. സോ നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് നമ്മൾ കണക്റ്റഡ് ആകുന്നു എന്നുള്ളതിനുള്ള തെളിവാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ട്രെയിൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രെയിൻ പോകുമ്പം ബോഗി എത്ര മനോഹരമാണെന്ന് പറഞ്ഞാലും, എത്ര ബ്യൂട്ടിഫുൾ പെയിൻറ്റഡ് ആണെന്ന് പറഞ്ഞാലും, ബോഗിക്കകത്ത് എത്ര നല്ല കമ്പാർട്ട്മെൻറ്റിനകത്ത് നല്ല സൂപ്പർ സീറ്റും നല്ല എയർ കണ്ടീഷനും നല്ല ഫുഡ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഇഞ്ചിനോട് കണക്റ്റഡ് അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതുപോലെ നമ്മളും യേശുവുമായിട്ട് നമ്മൾ എത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം, പുറമേ നോക്കുമ്പോൾ നല്ല മനോഹരമായ കാര്യങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ യേശുവുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്നു, മറിയ നല്ല അംശം എടുത്തു. ഏതാണ്? കർത്താവിനോട് ചേർന്നിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എങ്ങനെ കൂടുതൽ ഫലപ്രദമാകാം, എങ്ങനെ ജയകരമാകാം? ആമേൻ. കണക്റ്റഡ് വിത്ത് ഗോഡ്, ജീസസ്, യേശുവുമായിട്ട് കണക്ട് ചെയ്യുക. സ്പെൻഡ് ടൈം ഡെയിലി ഇൻ പ്രയർ. ദൈവവുമായിട്ട് ആമേൻ പ്രാർത്ഥനയിലൂടെ സമയം ചെലവഴിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു കണക്ഷൻ ആയിരിക്കണം. അല്ലാതെ ആമേൻ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു നിലവിളിയാകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. ആമേൻ. ദൈവവചനത്തെ ധ്യാനിക്കുക, ദൈവവചനത്തെ ഉരുവിടുക, ദൈവവചനത്തെ അനുസരിക്കുക. കർത്താവിന് സ്തുതിയും സ്തോത്രവും ആവശ്യം പോലെ കരയറ്റുക, കണക്റ്റഡായി നിൽക്കുക. ആമേൻ. അതുപോലെ ദൈവവുമായിട്ട് ബന്ധമുള്ളവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോവുക. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുക, ഈ പ്രഭാതത്തിൽ ചിന്തിക്കുക, ഞാൻ എത്ര നേരം കർത്താവിനോടുകൂടെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. മൊബൈൽ എത്ര നേരം ചാർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതുപോലെ നമ്മൾ എത്ര നേരം കണക്റ്റഡ് ആകുന്നുണ്ട്. ആമേൻ. ഞാൻ ശരിയായ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ ബലവും എൻ്റെ ശക്തിയും എൻ്റെ നിറവും എൻ്റെ ജ്ഞാനവും ഒക്കെ കർത്താവിൽ നിന്നാണോ വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുക, കർത്താവിനോട് തന്നെ ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മളോട് തന്നെ ഒന്ന് കർത്താവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഞാൻ കർത്താവുമായിട്ട് റിയലി സമയം ചിലവഴിക്കുന്നുണ്ടോ? ആമേൻ. എൻ്റെ ബലവും ശക്തിയും ഒക്കെ കർത്താവിൽ തന്നെയാണോ വരുന്നത്? ഞാൻ ആവശ്യം പോലെ ഫലം കായ്ക്കുന്നുണ്ടോ? ഞാൻ പിതാവിന് മഹത്വമായി തീരുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പം വൃക്ഷവുമായി കണക്റ്റഡായി നിൽക്കുന്ന കൊമ്പിനെ ഫലം കായ്ക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. ഫ്രൂട്ട് എന്ത് ചെയ്യും? നാച്ചുറലി ഫോളോ ചെയ്യും. ഇതുപോലെ ആയിരിക്കണം ദൈവമക്കളെ നമ്മൾ. കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. കണക്റ്റഡ് ആണോ, നമ്മളിൽ നിന്ന് ആ ഒഴുക്കുണ്ടാകും, നമ്മളിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആരുമായിക്കോട്ടെ, ശുശ്രൂഷകനാകാം, വിശ്വാസിയാകാം, ആരുമായിക്കോട്ടെ, ഒരു ജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ
കണക്റ്റഡ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് അസാധാരണമായ ബന്ധമുണ്ടായിരിക്കണം. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അസാധാരണമായ തലങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാം. ആമേൻ. ഇന്നു മുതൽ ഞാൻ അസാധാരണമായി ഫലപ്രദമായി തീരും. കാരണം ഞാൻ കണക്റ്റ് ചെയ്യും, കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ക്വാളിറ്റി ടൈം കണക്ഷന് വേണ്ടി ഉപയോഗിക്കുക. അവൻ കർത്താവുമായിട്ട് ചേർന്നിരിക്കുവാൻ ഉപയോഗിക്കുക. നിങ്ങളൊരു അത്ഭുതമായി മാറും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.